ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാലഡാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു വെജിറ്റേറിയൻ സാലഡാണ്, അതുകൊണ്ട് ആർക്കും കഴിക്കാം. ധാരാളം ആന്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു സാലഡാണിത്. അതുകൊണ്ട് ഏത് തരക്കാർക്കും കഴിക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് മുളപ്പിച്ച ചെറുപയറും മുളപ്പിച്ച കടലയും ചേർക്കുക. ഇത് മുളച്ചു തുടങ്ങി 2-3 ദിവസമായതാണ്. ഇതുപോലെ മുളച്ചു തുടങ്ങുന്ന പയറും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ മുളക്കുന്തോറും ഇതിലെ വിറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് കൂടും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളച്ചതാണ് നല്ലത്. അപ്പോൾ ഈ പയറൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം നമുക്ക്. ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വളരെ നല്ലതാണ് കണ്ണിന്. പിന്നെ അതുപോലെ തക്കാളിയുടെ ഉള്ളിലെ ജെല്ല് ഭാഗം കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ എരിവ് ഒട്ടും അറിയില്ല. നമുക്ക് ഈ പച്ചമുളകിൻ്റെ തൊലിയിലാണ് ധാരാളം വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്താൽ മതിയാകും. എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടുതൽ ചേർത്താൽ അതിൽ നിന്ന് വെള്ളം ഊറും. അതുകൊണ്ടാണ് അധികം എടുക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഒരു 5 കശുവണ്ടി കുതിർത്തിയതാണ്. കശുവണ്ടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബദാമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കശുവണ്ടിയിലൊക്കെ ധാരാളം ന്യൂട്രിയൻസും അടക്കിയിട്ടുണ്ട്. അതുപോലെ ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു സാലഡ് ഉണ്ടാക്കിയാൽ ഒരു കംപ്ലീറ്റ് ഫുഡായിരിക്കും. രാവിലെ നമ്മളിത് കഴിച്ചാൽ. സാലഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. സാലഡ് കഴിക്കുമ്പോൾ ഇത് മാത്രം കഴിക്കുക, വേറെ ഒന്നും കഴിക്കരുത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിന്റ് ലീവ്സ് ആണ്. വളരെ നല്ലതാണ് മിന്റ് ലീവ്സ്. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കുണ്ട്. ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡൈജഷൻ ശരിയാക്കും. പിന്നെ അതുപോലെ ബ്രെയിനിന് നല്ലതാണ്. ഇതൊരു മൗത്ത് ഫ്രഷ്നറും കൂടിയാണ്. അപ്പോൾ നമ്മൾ മിന്റ് ലീവ്സ് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. 2-3 മിന്റ് ലീവ്സ് ചവച്ച് കഴിച്ചാലും മതിയാകും. കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ ഒരു കൂളിംഗ് ഏജന്റാണ് നമ്മുടെ ബോഡിക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ അവക്കാഡോ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർക്കുക. ഇത് രണ്ടും നമ്മളുടെ ഹാർട്ടിനും അതുപോലെ ബ്രെയിനിനും വളരെ നല്ലതാണ്. ബോഡിക്കും നല്ലതാണ്. ഒത്തിരി ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഈ സാലഡ് ഒന്ന് മിക്സ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഒരു കംപ്ലീറ്റ് ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വിറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻസും ധാരാളം ഉണ്ട്. പുഴുങ്ങിയ മുട്ടയും ചിക്കനൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. പക്ഷെ അത് ചിലർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയത് ഇതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള സാലഡാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിന്റെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. ഇതൊരു വെയിറ്റ് ലോസ് സാലഡ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിൽ ഇതിന്റെ കൂടെ മറ്റു ഫുഡ് ഐറ്റംസ് കഴിക്കരുത്. അപ്പോൾ രാവിലെ ദോശ ഇഡ്ഡലിയൊക്കെ മാറ്റി വെച്ച് ഇതുപോലെ നല്ലൊരു വെജിറ്റേറിയൻ സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.